പെരുമ്പിലാവിൽ ഒരാഴ്ചയായി കഴുത്ത് ഭരണിയിൽ കുടുങ്ങിയ തെരുവ് നായിയെ ഒടുവിൽ രക്ഷിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തി പുത്തൻകുളത്തെ കുട്ടിപ്പട്ടാളം ടീം അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് നായയെ കണ്ടെത്തിയത്. ഭരണി കഴുത്തിൽ കുടുങ്ങിയ നായയെ കണ്ടാൽ വിവരമറിയിക്കണമെന്ന കുരുന്ന് വിദ്യാർത്ഥികൾ പോസ്റ്റ് ചെയ്ത സന്ദേശമാണ് നായയെ കണ്ടെത്താൻ സഹായിച്ചത്. കഴുത്ത് പ്ലാസ്റ്റിക് ഭരണിയിൽ കുടുങ്ങി പെരുമ്പിലാവിലും പരിസരത്തുമായി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായയെ രക്ഷിക്കാൻ ഒരാഴ്ചയായി നാട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ തിങ്കളാഴ്ച രാവിലെ 9:30 കുരുന്ന് വിദ്യാർത്ഥികൾ ആരംഭിച്ച തിരച്ചിലിനിടയിൽ 3 തവണ നായയെ കണ്ടെത്തിയെങ്കിലും നായയെ പിടിക്കാൻ കഴിയാതെ ഓടിമറയുകയായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് 2 മണി മുതൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചപ്പോൾ ഫാൽക്കൺ മാളിന് സമീപത്തെ പറമ്പിൽ നിന്നും നായയെ ഫയർ ആൻഡ് ഡിഫൻസ് ആൻഡ് റെസ്ക്യൂ ടീം അംഗം രാജൻ പെരുമ്പിലാവ് വലവീശി പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് കഴുത്ത് മുതൽ മുഖഭാഗം ഉൾപ്പെടെ പ്ലാസ്റ്റിക് ഭരണിക്കകത്ത് കുടുങ്ങിയ തിരയിൽ തെരുവ് നായയെ നാട്ടുകാർ കാണപ്പെട്ടത്. പല സന്ദർഭങ്ങളിലുമായി നിരവധി തവണ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും തെരുവ് നായയുടെ കഴുത്തിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ഭരണി ഊരിമാറ്റാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഒരാഴ്ചയോളമായി നായയ്ക്ക് വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നായ ഓരോ ദിവസം കഴിയും തോറും അവശനിലയിൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ നായയുടെ കാലിൽ വലിയ മുറിവ് സംഭവിച്ചിരുന്നു. നായയെ പിടികൂടിയ ശേഷം കഴുത്തിലെ പ്ലാസ്റ്റിക് ഭരണി രാജൻ തന്നെ ഊരിമാറ്റുകയായിരുന്നു. ശേഷം വലയിൽ നിന്ന് പുറത്താക്കിയ നായയെ അല്പനേരം അവിടെ തന്നെ കിടന്ന കാലിലെ മുറിവ് നക്കിയതിനു ശേഷം ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ പിടികൂടിയവരുടെ വാലാട്ടി നന്ദി രേഖപ്പെടുത്തി ഓടിമറയുകയായിരുന്നു. നായയെ രക്ഷപ്പെടുത്താൻ പുത്തൻകുളത്തെ കുട്ടിപ്പട്ടാളം ടീം അംഗങ്ങളായ ഷഹരിയാർ MK, ആദി കൃഷ്ണൻ, മുഹമ്മദ് അൻഹാസ്, ആയുഷ് KS, അനയ് കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി.